ദുരന്തഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി കഴിയുന്ന ആളുകൾക്ക് നാടൊന്നാകെ പിന്തുണ നൽകുന്നുണ്ട്. നാടൊന്നാകെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടല്ലേ? അതെ, ചെറുതും വലുതുമായ സഹായം. അത് ചെറിയ കുഞ്ഞുങ്ങളടക്കം അവരുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ തുകയടക്കം നൽകുന്നുണ്ട്. എല്ലാ കോണുകളിൽ നിന്നും, എല്ലാ മേഖലകളിൽ നിന്നും, സമൂഹത്തിൻ്റെ പല തട്ടിലുള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ സഹായം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സഹായങ്ങളുടെ വാർത്തകളും ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. വിവാഹ ചെലവിന് കരുതി വെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് യുവാവ്. വയനാട് മേപ്പാട് സ്വദേശി ജിതിൻ മച്ചേരിക്കലാണ് കരുതലിന്റെ മാതൃകയാകുന്നത്. ഈ മാസം 28-നാണ് ജിതിൻ്റെയും ഡോക്ടറായ അതുല്യ അജയയുടെയും വിവാഹം. കല്യാണക്കുറി അടിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് വിവാഹ ദിവസത്തെ വസ്ത്രം എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആ ദുരന്തം സ്വന്തം നാടിനെ വിഴുങ്ങിയത്. ജിതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷാജഹാനെയും മകളെയും മലവെള്ളം കൊണ്ടുപോയി. കല്യാണം വിളിച്ച ചൂരൽമലയിലെ പകുതിയിലധികം ആളുകൾ ഇന്ന് ജീവനോടെയില്ല. ഇതോടെയാണ് ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമാക്കി ഒതുക്കി വധുവിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ചടങ്ങ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത്. എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ പകുതിയും പോയത്. അതായത് എൻ്റെ കല്യാണത്തിന് വേണ്ട ഇടവും വല്ലതും നിൽക്കേണ്ട പകുതിയോളം ആൾക്കാർ പോയി. അവരില്ലാണ്ട് എന്താ ആഘോഷം? ഡിവൈഎഫ്ഐ ചൂരൽമല പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ജിതിൻ വിവാഹത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കല്യാണക്കുറി നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചു. വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവരെല്ലാം ഇന്ന് മറ്റൊരു ലോകത്താണെന്ന് ജിതിൻ പറയുന്നു. 24 വയനാട്.